അത് നടപ്പിലാവും. ഓ, മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ KSRTC കാണൂലെന്നാണ് പറയുന്നത്. അത് അവര് പറയുന്നതല്ലേ, അത് അവര് പറയുന്നതല്ലേ. അത് സത്യം തന്നെയാണ്. അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അവർക്ക് എണ്ണ വാങ്ങിക്കണ്ടേ, അവർ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, ഫ്രീ ആയിട്ട്. ഇല്ല, അത് എല്ലാം ആകൂല. കുറച്ച് എന്തെങ്കിലും ഇളവ് ചെയ്തേ കൊടുക്കുകയുള്ളൂ. കണീഷൻ ചെയ്ത് കൊടുക്കുക, ഇളവ് ചെയ്ത് കൊടുക്കും, അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടക്കണ്ടേ. അതെ 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 അതെ. അതൊന്നും ചോദിപ്പില്ല. അതൊക്കെ സർക്കാർ അവർ പൈസ കണ്ടെത്തി കൊടുക്കും, ശമ്പളമൊക്കെ. UDF തന്നെ വരും അധികാരത്തിൽ, UDF തന്നെ വരും. നമ്മളെ കയ്യിൽ വരുന്നതാണല്ലോ, ജനങ്ങളെ കയ്യിൽ നിന്ന് വരുന്നതാണല്ലോ ശമ്പളം. ജനങ്ങളെ നിന്ന് വന്നാലുണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റൂ, ശരിയല്ലേ? അതാണ് സത്യം. പിന്നെ ഇളവ് ചെയ്യാം, ഇളവ് ചെയ്യും. ഇളവ് ചെയ്യും മാത്രമേ കൊടുക്കുള്ളൂ. ഫ്രീയൊക്കെ മാത്രമേ, കോളേജിൽ പോകുന്ന ഫ്രീയൊക്കെ 1000 രൂപ പെൻഷനും കൊടുക്കും. ഫ്രീ ആയിട്ട് ബസ് ചാർജുണ്ട് പഠിക്കുന്ന പിള്ളേർക്ക്. അല്ലാതെ നടപ്പിലാക്കും. ബുദ്ധിമുട്ടല്ലെങ്കിലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അളവ് വരയ്ക്കും ഈ കോളേജ് പിള്ളേർക്ക് വരേണ്ടി അവർ അളവ് വരയ്ക്കും ചെയ്യാം. അതിനെ ചെയ്യൂ, അതിനപ്പുറം ചെയ്യാൻ പറ്റൂല. അതെ അതെ അതെ, ഒരു ഇളവ് ചെയ്യും, ഒരു ഇളവ് ചെയ്യും. അത് നല്ലത് തന്നെയാണ്. എൻ്റെ പൊന്നു സഹോദര, വൻ പരാജയം എഴുതിയത്. ചുമ്മാ ഇതൊക്കെ ഇലക്ഷൻ ട്രെൻഡാണ്. ഇലക്ഷന് വേണ്ടി മനുഷ്യനെ കുഴയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇപ്പം ഒന്നാമത് KSRTC വലിയൊരു പ്രതിസന്ധി പോകണമാണ്. ഒരുവിധം പച്ച പിടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. അത് വെറുതെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. ഇലക്ഷൻ കഴിയുമ്പം അവർ പറയുന്ന വാക്കും പഴയ ചാക്കും കണക്കാണ്. അപ്പോൾ ഈ കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഈ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ KSRTC ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. അതിനെ സത്യസന്ധമായ കാര്യമാണ്. ഇപ്പം ഒന്നാമത് നമ്മുടെ പ്രതിസന്ധി അറിയാണ്ട് KSRTC ഒരുവിധം സാധാരണ നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. നമുക്കിപ്പം കേരളത്തെ സംബന്ധിച്ചുള്ള ജീവിക്കാനുള്ള ഒരുവിധമൊക്കെ ചുറ്റുപാടുണ്ട്. മാന്യമായ രീതിയിലുള്ള പൈസ കൊടുത്ത് ഇപ്പം വളരെ യാത്ര വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ പോകുന്നു. ഇത് കുഴയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതൊക്കെ ചുമ്മാ ഇലക്ഷൻ്റെ വാഗ്ദാനം മാത്രം, ഒരു കാര്യമില്ല. ഇതൊക്കെ ചുമ്മാ വെറും പറ്റിപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ കൊടുത്താൽ ഇവിടെ യാത്ര ചെയ്യുക. ഒരു ചായ വേണമെങ്കിലും 15 രൂപ കൊടുക്കണം. അപ്പം 10 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്ന ബസ്സിൽ മാത്രമല്ലേ വെക്കൂ. അത് നിസ്സാരമായ കാര്യം, അതൊക്കെ എല്ലാവരും ചെയ്തോളും. ഇതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇതൊന്നുമില്ല. അവരെ വാഗ്ദാനമൊന്നും ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞാലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെ നടക്കൂലെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. ഇവിടെ കേരളീയരെ സംബന്ധിച്ചോളം അവർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഇപ്പോൾ ഉള്ള രീതിയിൽ ഗവൺമെൻറ് ഒരുവിധം തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി. ആർക്കും ഒരു പ്രയാസമില്ല. ഒരു സ്വസ്ഥമായിട്ട് ഭരണം, ആർക്കും ഒരു പ്രശ്നമില്ല. സത്യസന്ധമായ രീതിയിൽ അങ്ങ് പോയാൽ മതി. ഇത് ചുമ്മാ കുഴയ്ക്കാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കാണ്ട് പാവങ്ങളെ നമ്മളെ ഇതെന്തോന്ന് കേൾക്കാനാണ്. ഇതൊക്കെ ചുമ്മാതെ വെറും വെറുതെ. ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഓരോ പ്രചരണം തന്നെ ഒന്നും നടക്കുന്നതല്ല. 56 വയസ്സായി, നമ്മൾ പലതും കാണുന്നതായിട്ട് ഈ പറയുന്ന ഒരു കാര്യവും നടക്കില്ല. ഈ കാണിക്കുന്ന ഏത് പാർട്ടിക്കാരായാലും ആ കാര്യം നടക്കില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കെ.ബി. ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ അങ്ങനെ സൗജന്യ യാത്ര അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ KSRTC ഇവിടെ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഈ ഗണേഷ് കുമാർ കയറിയിട്ട് ഇപ്പോൾ 2.5 വർഷമായില്ല. അതിന് മുമ്പ് പറയാറുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് പറഞ്ഞിട്ട് കഥയില്ലല്ലോ. അതാണ് നമുക്ക് പറയാം. അതാണ് നമ്മൾ പറയുമ്പോൾ അത് വെറുപ്പായിട്ട് തോന്നുന്നുണ്ട്. രാഷ്ട്രീയം പറയുന്നത് അല്ല, അതാണ് പറഞ്ഞത്. എന്ത് വേണം ചെയ്യാം, ചെയ്തിട്ട് പറയട്ടെ. അതാണ് നമുക്ക് പറയാനുള്ളത്. ചെയ്യുക, എന്നിട്ട് പറയുക.